പ്രിയപ്പെട്ടവരെ, ഈ കടലിലെ മത്സ്യം നാം കഴിച്ച വല്ല കുഴപ്പമുണ്ടോ? മീനിന് ശരിക്കും വല്ല പ്രോബ്ലം ഉണ്ടോ? ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. കഴിഞ്ഞ മാസം മെയ് 25 ഒരു കപ്പൽ അപകടമൊക്കെ ഉണ്ടായി. അതിലൊരു 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളൊക്കെ ഉണ്ട്. അത് മത്സ്യസമ്പത്തിനും അതുവഴി ആ മത്സ്യം കഴിക്കുന്നത് വഴി നമ്മൾക്ക് ജനങ്ങൾക്കും ആകെ ആരോഗ്യത്തിന് ഹാനികരമായ ഇതൊക്കെ എന്ന് പറഞ്ഞ വാർത്തകൾ പ്രചരിച്ചിരുന്നു. കേരളം ഒരു മത്സ്യമേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് അല്ലെ. കേരളത്തിൽ ഒരു 55% പേരും മത്സ്യമേഖലയോ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്കൊക്കെ ഇതൊരു വയറ്റത്തടിക്കുന്ന ഒരു നിലപാടല്ല, ഒരു വാർത്തയായി പോയി. അത് ജനങ്ങൾക്കിടയിൽ വളരെയേറെ ആശങ്കകളും വേദനകളും സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു ആശങ്കയില്ലേ? ആശങ്ക തീർച്ചയായും ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതെ, ഇനി ആശങ്കപ്പെടേണ്ട, കുശാലായി മത്സ്യം കഴിക്കാം, യാതൊരു കുഴപ്പമില്ല. നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ വാർത്ത നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു. ഇത് എന്റെ അഭിപ്രായമല്ല, ആ ഒരു വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യൂ. ഇതിന്റെ റിലയബിലിറ്റി മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തു അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. വാർത്ത മറ്റൊന്നുമല്ല, കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കൊച്ചി ആസ്ഥാനമായുള്ള നമ്മുടെ കുഫോസ് ഒരു പഠനം നടത്തി. 5 അംഗ ഒരു കമ്മീഷൻ ഒരു പഠനം നടത്തി. അവർ ഈ കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ സാമ്പിളുകൾ എടുത്തു. ആ സാമ്പിളുകൾ എടുത്ത് ടെസ്റ്റ് നടത്തി അവരൊരു പ്രാഥമിക റിപ്പോർട്ടിൽ എത്തിയെന്നാണ് മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അതായത് കാൽസ്യം കാർബൈഡ് ഒരു കണ്ടെയ്നറിൽ, ഈ 13 കണ്ടെയ്നറുകളിൽ ഒരു കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് ആയിരുന്നുവെന്നും അത് ജലത്തിൽ കലർന്നു കഴിഞ്ഞാൽ മത്സ്യസമ്പത്തിനും മത്സ്യത്തിന്റെ മുട്ടകൾക്കും തന്നെ ആകെ നശിച്ചു പോകും. അതുവഴി ഇനി ട്രോളിംഗ് നിരോധനമൊക്കെയാണല്ലോ, അതൊക്കെ കഴിഞ്ഞു വരുന്ന മത്സ്യസമ്പത്ത് കുറയുമെന്നുമൊക്കെ ആയിരുന്നു പ്രചരിച്ചിരുന്ന ആശങ്കകൾ. അതേപോലെ ആ മത്സ്യം കഴിച്ച ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്ന ആശങ്കകൾ. പക്ഷേ കാൽസ്യം കാർബൈഡ് ജലത്തിൽ കലർന്നിട്ടില്ല. അവർ സ്ഥിരീകരിക്കുന്ന 2 കാര്യങ്ങൾ വെച്ചിട്ട്, ഒന്നാമത്തെ, മത്സ്യസമ്പത്തിന് യാതൊരു നാശം സംഭവിച്ചിട്ടില്ല, മത്സ്യത്തിന്റെ മുട്ടകൾക്ക് യാതൊരു നാശം സംഭവിച്ചിട്ടില്ല. കലർന്നിരുന്നെങ്കിൽ ആ മത്സ്യത്തിന്റെ മുട്ടകൾക്ക് നാശം സംഭവിക്കുമായിരുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ലാബിൽ കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും ടെസ്റ്റിനെടുത്ത വെള്ളത്തിൽ കാൽസ്യം കാർബൈഡ് കലർന്നതുമായുള്ള ആ ഒരു ഇതില്ല, അതിനകത്ത് കാൽസ്യം കാർബൈഡിന്റെ അംശം ഉണ്ടായിരുന്നില്ല എന്ന ടെസ്റ്റ് റിസൾട്ട് ആണ് വരുന്നത്. അതുകൊണ്ട് കേരളത്തിലെ മത്സ്യങ്ങൾ, അതായത് കേരള തീരത്ത് നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ ഇനി നമുക്ക് കുശാലായി കഴിക്കാം. ഇത് മത്സ്യമേഖലയെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഒരു സന്തോഷകരമായ മത്സ്യത്തൊഴിലാളികൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും പിന്നെ മത്സ്യവിഭവം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണിത്. കാരണം ഈ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വരുമാനം നമ്മുടെ സർക്കാരിനും നമുക്കും പല മേഖലയിൽ ബന്ധപ്പെട്ടവർ ജീവിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഒരു ആഹാര ശൃംഖലയുടെ, പ്രത്യേകിച്ച് കേരളീയരുടെ ആഹാര ശൃംഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കടൽ വിഭവങ്ങൾ. അതിനാൽ എല്ലാവർക്കും ഒരു ആശങ്കയുണർത്തുന്ന ഒരു കാര്യമായിരുന്നു. ഇവർ ഈ 5 അംഗ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ ഫിഷറീസ് വകുപ്പിന് കൈമാറുമെന്നും അതിനുശേഷം വിശദമായ ഒരു പഠന റിപ്പോർട്ട് 6 മാസങ്ങൾക്കുള്ളിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുമെന്നാണ് മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത. അതൊരു നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ മാസം മെയ് 25 ആയിരുന്നു MSC എൽസാത്രി എന്നൊരു കപ്പൽ, അതായത് ലൈബീരിയൻ കപ്പൽ കൊച്ചി തീരത്തിന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അപകടത്തിൽപ്പെടുകയും ഒരു 600ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതിലൊരു 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളായിരുന്നുവെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. വാർത്തകൾ ശരിയുമായിരുന്നു. അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. എന്നാൽ കൃത്യമായി എന്തൊക്കെയാണ് രാസവസ്തുക്കൾ എന്ന് പിന്നീടാണ് ബോധ്യപ്പെട്ടതും പിന്നീടാണ് പബ്ലിഷ് ചെയ്തതുമെന്ന് അറിയുന്നു. പക്ഷേ അത് കേരള തീരത്തെ മത്സ്യസമ്പത്തിന് അതൊരു ദോഷവും അത് കഴിക്കുന്ന മറ്റുള്ളവർക്ക് ഒരു ഹാനികരവും ഇല്ല എന്ന ഒരു മാധ്യമ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതായാലും ഇതൊരു ഭീതിജനകമായ ഒരു കാര്യത്തിന് വരുന്ന ഈ ഒരു വാർത്ത ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഈ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നുള്ളൂ. ഇത്തരം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായി നിങ്ങളുടെ മുൻപിൽ എത്തും. വീഡിയോയിലുണ്ടാകുന്ന ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. കഴിയുമെങ്കിൽ നമുക്കല്ലേ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം.